നമസ്കാരം ഡോക്ടർ. ഈ ദമ്പതികൾ തമ്മിലുള്ള ഒരു മനപ്പൊരുത്തം, അവർ തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം, ഇത്തരത്തിൽ ഉള്ള ഫാക്ടറുകളെല്ലാം ഇവരുടെ ലൈംഗിക ജീവിതത്തിൻ്റെ ഒരു ഒരു ഡ്യൂറബിലിറ്റിയെ, അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റിയെ ബാധിക്കുന്ന ഒന്നാണ് എന്ന് ഡോക്ടർ കരുതുന്നുണ്ടോ? ലൈംഗിക ബന്ധത്തിൻ്റെ ഡ്യൂറബിലിറ്റിയെ മാത്രമല്ല, അതിൻ്റെ സാറ്റിസ്ഫാക്ഷനെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇൻറ്റിമസി, അടുപ്പം, അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത, സ്ഥിരത, സ്റ്റെബിലിറ്റി, ഇതൊക്കെയാണ്. പലപ്പോഴും ഈ അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പിലുള്ളവരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അടിയും പിടിയും, 2 ദിവസം സ്നേഹമായിരിക്കും, പിന്നെ അടുത്ത ഒരു മാസം അടിപിടിയായിരിക്കും, വഴക്കുണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ പോയി താമസിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളുണ്ട്. അവരുടെ ഇടയ്ക്ക് നമ്മൾ ഇന്ത്യയിലും കണ്ടിട്ടുണ്ട്. അവരുടെ ഇടയ്ക്ക് ഉള്ള ആ ലൈംഗിക ബന്ധത്തിൻ്റെ ഊഷ്മളതയും തൃപ്തിയും വളരെ കുറവാണ്. അപ്പോൾ ഇതിനെപ്പറ്റി അടുത്ത കാലത്ത് ജർമ്മനിയിലെ മ്യൂണിച്ചിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അവർ ചെയ്തത് 5615 പുരുഷന്മാരിലാണ് ഈ ഒരു പഠനം നടത്തിയത്. അതിൽ 54.6% പേർക്കും ഒരു സെക്ഷൽ ഡിസ്സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞിട്ടുള്ളവരാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഇല്ലാതിരുന്ന ആൾക്കാർക്കാണ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അവർ തമ്മിലുള്ള ബന്ധം, രണ്ട് ദമ്പതികൾ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധം, ചിലപ്പോൾ പാർട്ട്ണർ വിവാഹം കഴിച്ചവരാവണമെന്ന് നിർബന്ധമില്ല, അല്ലാതെ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടാവാം. അതാണ് പലപ്പോഴും യൂറോപ്യൻ കൺട്രീസിൽ ഒരു വൈവാഹിക ജീവിതം എന്നുള്ളതിനേക്കാളും കൂടുതൽ അവർ പറയുക പാർട്ട്ണർ, മൈ പാർട്ട്ണർ. ആ പാർട്ട്ണറുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിരുന്നത്. അതാണ് ആ പഠനത്തിൽ കണ്ടെത്തിയത്. വളരെ സ്റ്റേബിളായിട്ടുള്ള റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന വ്യക്തികൾക്ക് അവരുടെ ഫ്രീക്വൻസി ഓഫ് സെക്ഷൽ കോണ്ടാക്റ്റും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടിയിരുന്ന സാറ്റിസ്ഫാക്ഷനും വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഒരു സെക്സ് ലൈഫിൽ കിട്ടുന്ന തൃപ്തി കിട്ടണമെങ്കിൽ അതിൻ്റെ സാറ്റിസ്ഫാക്ഷനും അതിൻ്റെ ഫ്രീക്വൻസിയെയും ബാധിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റെബിലിറ്റി, സ്ഥിരത, ഊഷ്മളത, ഇതെല്ലാമാണ്. അതിന് ചെറുപ്പക്കാരിലും കാണാം. ചില ദമ്പതികൾ വന്നു കഴിയുമ്പോൾ അവർ പറയും, ഡോക്ടറെ മിക്കവാറും വഴക്കാ, കള്ളും കുടിച്ചിട്ട് വന്ന് എന്നോട് ചീത്ത വിളിക്കും, അത് കഴിഞ്ഞ് വൈകുന്നേരം ഇങ്ങനെ ഇയാൾ സെക്സിന് വരും, എനിക്കെങ്ങനെ തോന്നാനാണ്. അപ്പോൾ ഇത് പിന്നെ ഒരു ഗ്രൂപ്പിനിടയിൽ മാത്രമല്ല, എല്ലാ മനുഷ്യരുടെ ഇടയ്ക്കും വ്യക്തികൾ തമ്മിൽ നല്ല സ്നേഹബന്ധമുണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള സെക്ഷൽ ലൈഫ് ഉണ്ടാകും. അവിടെ സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ, പരസ്പരമുള്ള ഇഷ്ടത്തിൻ്റെ ഒരു ഊഷ്മളമായ പങ്കുവയ്ക്കലാണ്. അപ്പോൾ ആ ബന്ധത്തിൻ്റെ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ സ്ഥിരതയും ഇൻറ്റിമസിയും, അതാണ് സെക്ഷൽ ലൈഫിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ നല്ല ഒരു സെക്സ് ഉണ്ടാവണമെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ നല്ല ബന്ധമുണ്ടാവണം, നല്ല സ്നേഹമുണ്ടാവണം. ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയിൽ നിന്നാണ് നല്ല രതി ജനിക്കുന്നത്. അപ്പോൾ നല്ലൊരു സെക്ഷൽ ലൈഫ് ഉണ്ടാവണമെങ്കിൽ മാനസികമായൊരു ഇഴയടുപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്. മാധുര്യമുള്ള ഒരു സെക്സ് ഉണ്ടാവണമെങ്കിൽ ആ ഒരു ഇഴയടുപ്പം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമെങ്കിലും നടത്തേണ്ടതുണ്ട്, അല്ലേ ഡോക്ടർ? അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു അടുപ്പം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക. അത് നിങ്ങളുടെ കുടുംബജീവിതത്തെ, നിങ്ങളുടെ മാനസികാരോഗ്യത്തെ, ഈ സമൂഹത്തിൻ്റെ തന്നെ ഒരു മാനസികാരോഗ്യത്തെ എല്ലാം പോസിറ്റീവായി ബാധിക്കുന്ന ഒന്നായി മാറും. സമൂഹം എന്ന് പറയുന്ന അനവധി കുടുംബങ്ങൾ കാണുന്നതാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ ആരോഗ്യം, കുടുംബത്തിൽ അനവധി വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യമാണ് കുടുംബത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത്. അങ്ങനെ അനവധി കുടുംബങ്ങളുടെ ആരോഗ്യമാണ് നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നത്. അപ്പോൾ സന്തോഷകരമായൊരു സമൂഹം ഉണ്ടായാൽ നമ്മുടെ രാജ്യവും അതിനനുസരിച്ച് സന്തോഷകരമായ ഹാപ്പിനെസ് ഇൻഡെക്സിലെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ സമൂഹത്തിലും നാട്ടിലുമെല്ലാം. അപ്പോൾ മാനസികമായ ഇഴയെടുപ്പത്തിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുക.
മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.